ലൈക്ക് കിങ് ആൻഡ് പ്രീസ്റ്റ്. രാജാവിനെ പോലെയും പുരോഹിതനെ പോലെയും പ്രാർത്ഥിക്കുക. ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രേ ലൈക്ക് കിങ് ആൻഡ് പ്രീസ്റ്റ്. ഇത് ടെസ്റ്റ് ഓഫ് യുവർ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയത്തിനെ ടെസ്റ്റ് ചെയ്യുന്നത്. ബിൽഡ് യുവർ സെൽസ് ഇൻ ദ സീക്രട്ട്. നമ്മളെ തന്നെ പണിയുന്നത് സീക്രട്ടിലാണ്, എല്ലാവരെയും കാണുകയല്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ തന്നെത്താനെയുള്ള ചെറിയൊരു ഗ്രൂപ്പ്, ചെറിയൊരു പ്രെയർ ഗ്രൂപ്പാണ് നമ്മുടെ ബലം. വലിയ ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രസംഗിക്കുന്നവരൊക്കെ ചോദിച്ചിട്ട് നോക്കും, അവർക്കൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തുണ്ട്? ചില സ്ത്രീകൾ പറയും, എൻ്റെ ഏക ജോലി, എൻ്റെ ഏക ആഗ്രഹം നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ കാണുന്നവർ പലരും പറയും, കണ്ട നാൾ തൊട്ട് ഇന്ന് വരെ ഞാൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൗ ആത്മാവ്. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. ലോകത്തിലേക്കും വലിയ ശക്തി പ്രാർത്ഥനയ്ക്കാണുള്ളത്. മോർ തിങ്സ് ആർ റോട്ട് ബൈ പ്രേയേഴ്സ് ദാൻ ദ വേൾഡ് ഡ്രീംസ് ഓഫ്. അല്ലെ, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് കാര്യപ്രാപ്തിയിലോട്ട് വന്നില്ല, എന്നാ ഗുണം? അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വിജയം നേടുന്നത് പ്രൈവറ്റായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് അത് വലിയ ഗ്രൂപ്പിലോട്ട് പിന്നെ അങ്ങനെ പടരുകയാണ്. ചിലരെ ദൈവം ആ ലെവലിൽ തന്നെ നിർത്തും. എനിക്കറിയാം, സൗദി അറേബ്യ വെച്ച് നമുക്ക് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ, കുറേ പേര് അമേരിക്കയ്ക്ക് പോയി, കുറേ പേര് ഓസ്ട്രേലിയയിൽ പോയി, കുറേ പേര് ഇന്ത്യക്ക് തിരിച്ചു വന്നു, കുറേ പേര് ബഹ്റൈനിൽ പോയി. അപ്പോൾ ഒരാൾ മാത്രം, ഒരു ഫാമിലി മാത്രം സൗദി അറേബ്യ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരൊരു ദിവസം എന്നോട് പറഞ്ഞു, ഒറ്റ കൂട്ടുകാരില്ല എനിക്കിപ്പം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതല്ല, എനിക്കിപ്പോൾ ഒരാൾ പോലും ദൈവം തരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ? അതേ, ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ കൂട്ടുകാരെ അങ്ങ് മാറ്റിയെന്ന്. ദാറ്റ് ഈസ് ട്രൂ. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്ക കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, നീ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. വേറെ അതേപോലെ തന്നെ ബാംഗ്ലൂർ വെച്ച് 2 പിള്ളേർ, നല്ല പാവം പിടിച്ച 2 പിള്ളേർ. അവർ സ്കൂളിൽ പോകുമ്പം ഞാൻ ചോദിക്കും, കൂട്ടുകാരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരെന്നോട് പറയും, ഒരു കൂട്ടുകാരും ഇല്ല ആൻറ്റി. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ കൂട്ടുകാരില്ലാത്ത? അതെനിക്ക് അറിഞ്ഞുവിടാന്ന് പറയും. ആ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കാര്യമല്ല അതൊന്നും ചിന്തിക്കുന്നു, ദൈവമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തോട് സംസാരിക്കണം, പറയാറുണ്ട്. ദൈവം എന്താ പറയുക? ഞാനാ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞെന്ന്. എങ്ങനെയുണ്ട്? സംസാരിക്കുമോ? അപ്പോൾ ദൈവം ചിലരെ മാറ്റി വെക്കുമേ. ഒന്നെന്നാലേ നമുക്ക് പുരോഹിതൻ്റെ ജോലി എന്തുവാ? പുരോഹിതൻ്റെ ജോലി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പോയി നിൽക്കുക. അതല്ലേ അവരുടെ ജോലി. അതവർ ചെയ്യുന്നില്ലെങ്കിൽ വലിയ കഷ്ടമല്ലേ? അപ്പം സത്യം പറയാൻ നമ്മുടെ ഈ വലിയ ബലഹീനതകളെല്ലാം അവരുടെ പ്രാർത്ഥന കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്, അത് ഓർക്കണം. അപ്പോൾ ഈ പുരോഹിതൻ്റെ ജോലി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് ഇൻ്റർസീഡ് ചെയ്യും നമുക്ക് വേണ്ടി. അതാണല്ലോ ഈ കുമ്പസാരമൊക്കെ നടത്തുന്നതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം അവർ കേൾക്കുന്നോ കേൾക്കാതിരിക്കുന്നോ എങ്കിൽ അതിൽ നമ്മൾ അങ്ങോട്ട് പകരുകയാണ്. അത് അവർ ദൈവത്തിനോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം നമുക്ക് തിരിച്ചു തരികയാണ്. സോ ഇറ്റ് ഈസ് സംബഡി സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ്. അത് തന്നെയാണ് യേശു ചെയ്യുന്നത്. യേശു ചെയ്യുന്ന ഇൻ്റർസെസറി പ്രെയറാണ്. ഹീ ഈസ് ഹിയറിങ് ഓൾ അവർ നീഡ്സ് ഓർ പ്രേയേഴ്സ് ഓർ അവർ കംപ്ലെയിൻസ് ആൻഡ് ദെൻ ഹി ഹിയേഴ്സ് ഇറ്റ് ആൻഡ് ദെൻ ഹി പാസസ് ഇറ്റ് ഓൺ ടു ഫാദർ ഗോഡ്. അത് പിതാവ് എന്ത് പറയുന്നു അത് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഈസ് ഓൾസോ ഡൂയിങ്. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ജോബ്, ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന യേശുവാണ് പ്രാർത്ഥന. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലി പ്രാർത്ഥനയാണ്. നമ്മളിന്ന് വിളിച്ചു നോക്കി, പ്രാർത്ഥിക്കാൻ ആളുകളെ ഒന്ന് വിളിച്ചു നോക്കാം. ശ്രമിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ആളിനെ വരുമോ? ആരും വരുമില്ല സത്യത്തിൽ. പിന്നെ പാവങ്ങൾ സൗകര്യമില്ലാത്തവർ നമുക്കൊരു പ്രാർത്ഥിച്ച് അവർ വിളിച്ചു. ആരും സൗകര്യമുള്ളവരാരും വരത്തില്ലെന്നേ. കല്യാണത്തിന് വിളിച്ചിട്ട് എത്ര പേര് വന്നു? ദൈവം തന്നെ പറഞ്ഞു, ദൈവം തൻ്റെ മകൻ്റെ കല്യാണത്തിന് ആളുകളെ വിളിക്കുന്നു. ഒരാൾ പറഞ്ഞു എനിക്ക് കടയിൽ പോകണമെന്ന്, വേറൊരാൾ പറഞ്ഞു എനിക്ക് വയലിൽ പോകണമെന്ന്. എല്ലാവരും അവരവരുടെ ജോലിയാണ് പറഞ്ഞു. ആരും പോയില്ല. സുഖമുള്ളവനാരും പോകൂല. അപ്പോൾ ഈ വിളിയുള്ളവർക്കേ ഇത് ഉള്ളൂ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഒന്ന് പത്രോസിൽ പറയുന്നുണ്ട്, വെളിപ്പാടി പറയുന്നുണ്ട്. ഒന്ന് പത്രോസ് നമ്മളോട് പറയുന്നത്, അതിനു മുമ്പിൽ ഈ 2-ാം വാക്യത്തിൽ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, ഞാൻ നേരത്തെ ഇത് പഠിപ്പിച്ച വാക്യ, ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു പുതിയ നിയമത്തിൽ. അപ്പോൾ പഴയ നിയമത്തിൽ മഹാപുരോഹിതനുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവരുടെയൊക്കെ ജോലി എന്തുവാ? ആ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ആടുകളെയോ അല്ലെങ്കിൽ മൃഗത്തിനെ കൊണ്ട് അതിനെ നോക്കിയിട്ട് അതിൽ വല്ല കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ പാപത്തിന് ഈ ആടിൻ്റെ രക്തം കൊണ്ട് അത് മാറിപ്പോയി എന്നും പറഞ്ഞും 2 ആടിനെ അവരുടേത് മാറ്റാൻ വേണ്ടി ഒരാടിനെ പിന്നെ അവരുടെ പാപമല്ല എല്ലാവരുടെയും പാപം അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനെ പുറത്തോട്ട് പറഞ്ഞു വിടും.
വേറൊരെണ്ണത്തിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം പിടിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്നിട്ട് ദൈവത്തോടെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥന യാചനകൾ 12 ഗോത്രങ്ങളുടെയും ഗോത്ര പേരുകൾ എഴുതിയ ആ പതക്കം പതിച്ചുകൊണ്ടാണ് അവരകത്ത് കയറുന്നത്. ദാറ്റ് മീൻസ് അവർ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വഹിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നതെന്ന്. നമ്മളെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അതാരാ? യേശു, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ, മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നു. അതിന് അവിടെ ഇവിടെ ഓടി നടക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ്, ഈ ആത്മാവിൻ്റെ തീഷ്ണത ഇതൊന്ന് പറയാൻ പോലും നമുക്കിപ്പം അവസരങ്ങൾ കുറവാണ്. കാരണം ഈ ദൈവത്തിൻ്റെ മഹത്വം പറയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു ദാഹം, അല്ലെങ്കിൽ ഒരു തേഴ്സ്റ്റ് ഇട്ട് തരണം ദൈവം. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ആത്മാവുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം, അറിയാതെ വചനം. ചിലർ പ്രശ്നം പറയേണ്ടിയിരിക്കും, പ്രശ്നം ഓന് കഴിയുമ്പം അത് പറയുമ്പോഴേ എനിക്കൊരു ഉത്തരം ദൈവം തരും. അപ്പോൾ ഞാൻ പറയും, ഈ വചനം ആ ദൈവം തരുന്നത്, അതെടുത്ത് വായിച്ച് പ്രാർത്ഥിച്ചു. അത് എന്നിട്ട് ഞാൻ പറയും, 20 ദിവസം അത് വെച്ച് പ്രാർത്ഥിക്കുക, ദൈവം ഉത്തരം തരും. അങ്ങനെ പലർക്കും അങ്ങനെ കിട്ടാറുണ്ട്. ചിലരുടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഉടനെ ഒന്നും ഉത്തരം കിട്ടത്തില്ല. പക്ഷേ പിന്നെ നമ്മൾ എൻകറേജ് ചെയ്യും, കുറച്ച് നാളും കൂടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധം. കുറച്ച് കഴിയുമ്പം കർത്താവിൻ്റെ തീഷ്ണതയുള്ള ഏതൊരു വ്യക്തി വന്നാലും ദൈവം അവർക്ക് ഉത്തരം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് 1 പത്രോസ് 2:9 ആയപ്പോഴാണ് ഈ പൗരോഹിത്യ പദവി ദൈവം എല്ലാവർക്കും ഇപ്പോൾ തന്നിരിക്കുകയാണ്. രാജാവും പുരോഹിതനും, അതായത് ക്രിസ്തുവിൻ്റെ പദവികളെല്ലാം എനിക്കും കൂടെ തരികയാണെന്ന്. അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ അതുപോലെ വിശുദ്ധമായിട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും വേണം. അതുകൊണ്ട് ഇതിലൊന്നും ആരും കയറുന്നില്ല. പക്ഷെ വചനം അബ്സല്യൂട്ട് ട്രൂത്ത് പറയുന്നത് 1 പത്രോസ് 2:9 നിങ്ങളോ, എല്ലാവരെയും കൂടെ, നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങൾ, വിളിച്ചവൻ്റെ, നമ്മുടെ മഹത്വം പറയാനല്ല, നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജാവും പുരോഹിതനും, രാജകീയ പുരോഹിത വർഗം ഉണ്ട്. പുരോഹിതൻ്റെ ജോലി അങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുക, അതിന് വേണ്ട യാഗം ചെയ്യുക. രാജാവിൻ്റെ ജോലി ദൈവം എന്ത് പറയുന്നു അത് എക്സിക്യൂട്ട് ചെയ്യുക. അതിന് യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്ത് ജയിച്ചുകൊണ്ട് വരും, കൊല്ലണം, കൊന്നേച്ച് വരും. അത് രാജാവിൻ്റെ ജോലിയാണ്. ഇത് രണ്ടുപേരുടെയും ജോലി. അപ്പം നമുക്ക് 2 ജോലി ഒരുപോലെ നിൽക്കുന്നത് ക്രിസ്തു വന്നപ്പോഴാണ്. ഈ എല്ലാത്തിൻ്റെയും കിരീടം ക്രിസ്തുവിൻ്റെ തലയിലാന്ന് ഓർക്കണം. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഒരു ജാതി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പം ദൈവം അപ്പം എല്ലാ ജനങ്ങൾക്കും ഇത് തരികയാണ്. ആവശ്യമുള്ളവർ വന്ന് എടുക്കണം. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. എന്നാൽ ഈ വെളിപ്പാടിനകത്ത് ഇത് തന്നെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പദവികൾ, ദൈവം തരുന്ന പദവി അലങ്കരിക്കണമെങ്കിൽ ഒന്നാമത് അറിയണം എന്നുള്ള ആഗ്രഹം, രണ്ടാമത് ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കണം. അതായത് വെളിപ്പാടിൻ്റെ 1 നമ്മളോട് ഇങ്ങനെ പറയുന്ന 6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. ഇപ്പം എനിക്കെല്ലാം എടുക്കുക, എൻ്റെ മേൽ വീണ രക്തത്തിന് തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ, കണ്ട കർത്താവിൻ്റെ രക്തം ഒഴിച്ചപ്പം അതിൻ്റെ കൂടെ ആ പദവികൾ വരുന്നുണ്ട്. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അത് ഈ ദൈവം ക്രിസ്തുവിൻ്റെ രക്തം, അതായത് ക്രിസ്തുവിൽ നമ്മൾ പുതുസൃഷ്ടിയാകുമ്പോൾ അവൻ്റെ അവകാശവും അവൻ്റെ കൂട്ടവകാശികളുമായി മാറുമ്പോൾ ഉന്നത പദവികളാണ് ദൈവം തന്നിരിക്കുന്നത്. അത് പ്രാപിച്ചെടുക്കാൻ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ തീഷ്ണമായ ആ ആകർഷണ ശക്തിയുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അത് ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അനേകരെ വിളിച്ചു മാറ്റി ഓരോരുത്തരും ഓരോ സഭ തുടങ്ങുന്നതും ചർച്ച തുടങ്ങുന്നതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. ഇത് ചിലരെ വിളിക്കും, ചിലരെ അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്നതിന് മുമ്പേ വിളിക്കും. ഈ ജർമ്മയൊക്കെ അങ്ങനെയാണല്ലോ. പുതിയ നിയമത്തിൽ തീർത്തും വിളി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറിയിരിക്കുകയാണ്. കർത്താവ് പിന്നെ പറയുന്നു, ഞാൻ തന്നെ ആൽഫയും ഒമേഗയും, എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനം ഈ ക്രിസ്തുവിലാണെന്ന്. ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഒക്കെ താക്കോലുള്ളവനാണിത് പറയുന്നത്. ക്രിസ്തു ആരെന്നുള്ളത് വെളിപ്പാടിൻ്റെ 1:12 തൊട്ട് ഏകദേശം 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ഈ പെരുവെള്ളത്തിൻ്റെ ശക്തിയോടുള്ള ദൈവശബ്ദം നമ്മുടെ മേൽ വന്ന് ആഞ്ഞടിച്ചിട്ട് കർത്താവ് ആരും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാലയളവാണ്.
ദൈവം നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിനകത്തൊന്നും നമ്മൾ മാറരുത്. നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പഠിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയണം. എവ്രി ബ്ലെസ്സിങ് കംസ് വിത്ത് എ ടെസ്റ്റ്. ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് യുവർ ഹാർട്ട്, എ ടെസ്റ്റ് ഓഫ് യുവർ വിസ്ഡം, എ ടെസ്റ്റ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ഡോണ്ട് ബി ടു ക്വിക്ക്. എല്ലാത്തിനും അതിൻ്റെ സമയമെടുത്ത് നമ്മളെ ശുദ്ധീകരിച്ച് ജ്ഞാനം പഠിച്ച് പക്വതയായിട്ട് ചിട്ടയോടുകൂടി ചെയ്യാൻ നമ്മളെ ദൈവം വിളിച്ചു മാറ്റിയ ഒരു ജനതയാണ്, ഒരു രാജകീയ പുരോഹിത വർഗം. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയാണ്. നമ്മൾ അവകാശികളും കൂട്ടവകാശികളുമാണ്. അത് നമുക്ക് സുഖിക്കാനല്ല, അതെടുത്ത് മറ്റുള്ളവർക്കൂടെ കൊടുത്ത് സ്വർഗരാജ്യം ഭൂമിയിൽ ഉണ്ടാക്കാൻ ദൈവം ആഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ തേജസ് എത്രയോ വലുത്. രാജാവും പുരോഹിതനുമായിട്ട് ജോലി ചെയ്യാൻ എല്ലാവരും മാടി വിളിക്കുക. എത്ര പേര് വരുന്നുണ്ട്. ഒന്നാമത് ഇത് മനസ്സിലാക്കാൻ പാടും, രണ്ടാമത് ഇതിന് എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആത്മാവിൻ്റെ തീ ഇറങ്ങാതെ ഇതൊന്നും നടക്കത്തില്ല. പെന്തക്കോസ്തി ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് പത്രോസിനും കൂടെയുള്ളവർക്കും മാറ്റം വന്ന്. അന്ന് അവർ 3000 പേരെ ക്രിസ്തുവിലാക്കിയെന്ന്. പിന്നെ ഒരു മീറ്റിങ്ങിൽ 4000 പേര്. ഇതൊക്കെ നടന്നത് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത വെളിച്ചം കൊണ്ട്. അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ കടന്നു വരികയാണല്ലോ. അതിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കുടുംബമായിട്ട് ഗണമായിട്ട് അവരുടെ എല്ലാം പേരിൽ നമ്മൾ ചിഹ്നമിടുക നിൻ്റെ നാമത്തിൽ. അവരെ ഓർത്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഒരെണ്ണം പോലും പുറത്തു പോകത്തില്ല. ഒരൊറ്റ ആട് പുറത്തു പോയാൽ പോലും അപ്പച്ചൻ അതിനെ തിരിച്ചു കൊണ്ടുവരും. 99 ആടിനെ ഇട്ടേച്ച് ഒരാടിനെ തപ്പിപ്പിടിച്ചുകൊണ്ട ദൈവം ആൽഫയും ഒമേഗയുമാണെന്ന് അപ്പച്ചനറിയാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്ര വലിയവനായ ഒരു ദൈവം കരുണയും കൃപയും ദയയും കാരുണ്യവും ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ദൈവം അവകാശികളും കൂട്ടവകാശികളാക്കിയപ്പോൾ ആ ഉന്നത പദവി മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ കൃപ തോന്നി തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്യണമേ. നിന്നിലേക്കുള്ള ആകർഷണം നീ തന്നെ ഇട്ടുകൊടുത്ത് ആകർഷിക്കണം. അതേ എന്നെ വിളിക്കുക എന്നാൽ എന്നെ വിരുന്നുശാലയിലേക്ക് വിളിച്ചു മാറ്റണം. സ്നേഹത്തിൻ്റെ കൊടി യഹോവ നിസി, ജയത്തിൻ്റെ കൊടി. അത് ആ വിരുന്നുശാലയിൽ എൻ്റെ തലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൊടി. സ്നേഹം കൊണ്ട് ആകർഷിക്കണമേ. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.